ഞാൻ ഉസ്ബെക്കിസ്ഥാനിലെത്തിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. അതായത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സമർഗദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കണ്ടു, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കണ്ടു, യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സമർഗദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് കൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലേ. അതേപോലെ തന്നെയാണ് ഇവരുടെ ഹോസ്റ്റലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോറിംഗ് യൂണിയന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സമർഗദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ക്ലിനിക്കൽസ് കിട്ടുന്ന ബ്ലോക്കും അവരുടെ ഹോസ്പിറ്റൽസും അതുപോലെ അവർ ക്ലിനിക്കൽസിന് പോകുന്ന ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ഹോസ്റ്റലും അവരുടെ അപ്പാർട്ട്മെന്റും സ്റ്റുഡൻസിന്റെ ലൈഫും എല്ലാം ഒന്ന് പോയി കാണാം. എക്സ്പ്ലോറിംഗ് യൂണി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. അതായത് അബ്രോഡ് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവരുടെ പേരൻസിനും ഓരോ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ഡിഗ്രി എക്സ്പ്ലോറിംഗ് യൂണി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നും മറച്ചു വെക്കാതെ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു സീരീസിലുള്ള മറ്റ് വീഡിയോസ് കൂടെ കാണാം. കാര്യം ഒരു കൺട്രിയിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റിയും എല്ലാ സിറ്റിയുടെയും വീഡിയോ ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മൾ അടുത്ത ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കൺട്രീൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതുപോലുള്ള വ്ളോഗുകളും വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അബ്രോഡ് MBBS നോക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഈ ഒരു ചാനലിൽ കിട്ടാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് സമർഗന്ധ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ക്ലിനിക്കൽസ് നടക്കുന്ന ബ്ലോക്കിലേക്ക് പോകാം. സമർഗന്ധ് യൂണിവേഴ്സിറ്റിക്ക് സിറ്റിയിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. എന്തായാലും പ്രധാനമായിട്ട് 2 ഹോസ്പിറ്റലിലാണ് ക്ലിനിക്കൽസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ 2 ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കശ്മീർ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കശ്മീരിയും അതുപോലെ തന്നെ ഏതായിരുന്നു പേര് ഐശ്വര്യ ഉണ്ട്. ഐശ്വര്യ ഇവിടെ 3rd ഇയറിൽ പഠിക്കുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഈ ഹോസ്പിറ്റലിൽ കുട്ടികൾക്ക് മൊഡ്യൂൾ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടത്തേക്കാണ്. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇവരുടെ ക്ലിനിക്കൽസിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്? മൈക്രോബയോളജി, ക്ലിനിക്കൽ അനാട്ടമി, പിന്നെ പാത്തനാട്ടമി, പാത്തഫിസിയോളജി. ഉസ്ബെക്കിസ്ഥാനിലെ മോസ്റ്റ് ലെക്ചേഴ്സ് എല്ലാം ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് ആണ് റെഫർ ചെയ്യുന്നത്. ഇത് സമർഗന്ധിൽ മാത്രമല്ല ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. അതിപ്പം റഷ്യൻ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, ഉസ്ബെക്കി ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, ഇന്ത്യൻ ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, എല്ലാവരും മോസ്റ്റ്ലി റെഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇന്റർനാഷണൽ ബുക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ടീച്ചേഴ്സിന്റെ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് ആണ്. കംപ്ലീറ്റ് ഇന്ത്യൻ ബുക്സ് ആണ് റെഫർ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ സാറ്റർഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂളിന്റെ ക്ലാസ് ഇല്ല എങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്ലിനിക്കൽസ് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാം. ഡ്യൂട്ടീസ് ഇടുവാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പല കുട്ടികളും റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റീവർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. റീവർക്ക് എന്താണെന്നുള്ള ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ മൊഡ്യൂൾ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നടക്കുന്നതിന് മുന്നേ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിന് വന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി റീവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സമർഗന്ധ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. 15 പേജ് ബുക്കിൽ എഴുതിയിട്ട് അത് മാമിനോട് കണ്ട് കാണിക്കും. മാം ക്വസ്റ്റ്യൻസ് ചോദിക്കും. റീവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ മെനക്കെടാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ബ്ലോക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കശ്മീരിയും ഐശ്വര്യയൊക്കെ പറയുന്നത് അവർ നീറ്റിൽ 400ന്റെ മുകളിൽ മാർക്ക് കിട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് 400 ചില്ലാന മാർക്ക് നീറ്റിൽ കിട്ടിയിട്ടും ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടില്ല. അവിടെ ഗവൺമെന്റ് എല്ലാം മാനേജ്മെന്റും രണ്ടും കിട്ടിയിട്ടില്ല. നല്ല ഇതായിരുന്നു. നമുക്ക് പ്രൈവറ്റും ഡീനും ഒക്കെ നോക്കിയപ്പോൾ നല്ല ഫീസ് ആയിരുന്നു. ഒരു വർഷം തന്നെ 10 lakhs ആണ്. അതായത് 500ന്റെ അടുത്ത് മാർക്ക് കിട്ടിയിട്ട് നമുക്ക് അവിടെ നാട്ടിൽ കിട്ടുന്നില്ല. അപ്പം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താ? ശരിക്കും +2 കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റിന് പോകണോ കുട്ടികൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കുന്നതാണോ നല്ലത്? 99% ഉറപ്പുണ്ടെങ്കിൽ റിപ്പീറ്റിന് പോയാൽ നമുക്ക് കിട്ടും എന്നുണ്ട്. പിന്നെ ചെറുതായിട്ടെങ്കിലും നമുക്ക് ഇൻ കേസ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അബ്രോഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സമർഗന്ധ് യൂണിവേഴ്സിറ്റിയിലൂടെ നടക്കുന്ന സമയത്തും ഈ ഹോസ്പിറ്റലിലൂടെ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കുട്ടികളെ മലയാളി സ്റ്റുഡൻസിനൊക്കെ ഞാൻ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സമർഗന്ധ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഭൂരിഭാഗം കുട്ടികളും ഉക്രൈനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ ഉക്രൈനിൽ 1 കൊല്ലം 6 മാസം പഠിച്ച് അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് സമർഗന്ധത്തിൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളാണ്. ഉക്രൈൻ ട്രാൻസ്ഫേഴ്സ് ഒരുപാടുണ്ടല്ലേ? ഉക്രൈനിൽ ട്രാൻസ്ഫർ ചെയ്ത് ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിനെ കാണാം. ഇവർ ശരിക്കും ഉക്രൈനിൽ ഒരു യൂണിവേഴ്സിറ്റി കണ്ടതാണ്. അതുപോലെ ആ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം പഠിച്ചതാണ്. ചിലരൊക്കെ 4th ഇയർ 3rd ഇയർ വരെയൊക്കെ അവിടെ പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഉക്രൈനിൽ അവർ കണ്ടതിനേക്കാളും ഉക്രൈനിൽ അവർ പഠിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്, സമർഗന്ധ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളതെന്നാണ് പറഞ്ഞത്. അതായത് ക്ലിനിക്കൽസ് ആണെങ്കിലും തിയറി ക്ലാസ് ആണെങ്കിലും എല്ലാം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ആ കോമ്പൗണ്ടിലുള്ള പല ബിൽഡിങ്ങുകളിലേക്ക് ഞാൻ പോയി നോക്കി, പല ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി നോക്കി. അങ്ങനെ ഞങ്ങൾ ആ ഒരു
ബ്ലോക്ക് കണ്ടു കഴിഞ്ഞിട്ട് പബ്ലിക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന അടുത്തൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ. അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പോയി കണ്ടിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് രോഗികളൊന്നുമില്ല. പിന്നെ കുട്ടികൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്, കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അത്രയും രോഗികളൊന്നും ഉസ്ബെക്കിസ്ഥാനിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പോലെ ക്ലിനിക്കൽസ് ഉസ്ബെക്കിസ്ഥാനിൽ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ FMG എക്സാം അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണമല്ലോ. ആ സമയത്ത് നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ക്ലിനിക്കൽസും കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഇതുവരെ പോയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽസ് കിട്ടുന്നത് കണ്ടേക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. കാരണം ഫസ്റ്റ് ഇയർ മുതൽ നമുക്കിവിടെ ഒബ്സർവേഷൻഷിപ്പിന് കയറാൻ പറ്റും. അതായത് ഇപ്പൊ സർജറിയോ അല്ലെങ്കിൽ ഗൈനക്കോളജി ഏത് ഡിപ്പാർട്ട്മെന്റിലും ആണെങ്കിൽ നമുക്ക് കയറി അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ രോഗികളോട് സംസാരിച്ച് അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽസ് കിട്ടുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. ശരിക്കും ഇവിടെ ക്ലിനിക്കൽസ് നടക്കുന്നത് പല ഹോസ്പിറ്റലിലാണ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കണ്ടില്ലേ, ആ ഹോസ്പിറ്റൽ അല്ലാതെ വേറെയും 2 ഹോസ്പിറ്റലുകൾ നമുക്ക് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നുള്ളത്. അതായത് നമുക്ക് അവിടെ ക്ലിനിക്കൽസിന്റെ കാര്യമല്ലോ ഇരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ ഫ്രീ ആണ്? ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലല്ലോ, അത് യൂണിവേഴ്സിറ്റി എടുക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി എടുക്കുന്നത് സ്റ്റുഡൻസിനായിട്ട് യൂണിവേഴ്സിറ്റി എടുക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഫ്രീ ആണ്. എനിക്ക് തന്നെ ENTയുടെ ചെറിയൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കൺസൾട്ടേഷന് പോയപ്പോഴും അവർ ജസ്റ്റ് ഒന്നും മേടിക്കുന്നില്ല. ഇവിടെ ട്രീറ്റ്മെന്റിനായാലും വളരെ കുറച്ച് എമൗണ്ടേ ആവത്തുള്ളൂ. പിന്നെ നമുക്ക് കവാസിന് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ട്രീറ്റ്മെന്റിന് നല്ല റേറ്റ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പോലെ അവർക്കൊരു പെർട്ടിക്കുലർ കുറച്ച് എമൗണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. രജിസ്ട്രേഷൻ എന്നുള്ള പേര്. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു, വലിയ കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. അപ്പൊ ഞങ്ങളുള്ളത് സമർഖന്ദ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ 2ാമത്തെ ഹോസ്പിറ്റലിലാണ്. ഞാൻ വിചാരിച്ചു ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുന്നു. ഇത് നോക്കുന്നത് ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. പോലീസുകാർ പോലും അവിടെ നടക്കുന്ന ക്രൈമിലൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റലാണത്. അപ്പൊ കുട്ടികൾക്ക് പല ക്ലിനിക്കൽസും നടക്കാറുള്ള ഒരു ഹോസ്പിറ്റൽ കൂടിയാണ്. നമ്മളിപ്പോൾ പോയ ഹോസ്പിറ്റലാണെങ്കിലും ഇനി പോകുന്ന ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നമ്മൾ ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. കാര്യം ഹോസ്പിറ്റലിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ രോഗികളുണ്ടാവും, പല സിറ്റുവേഷനിൽ വരുന്ന രോഗികളായിരിക്കും. അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് മാത്രമാണ് ഹോസ്പിറ്റലിൽ എടുത്തുള്ളൂ. പിന്നെ കുട്ടികളോടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടി ഈ ഒരു വീഡിയോയിൽ. നമ്മുടെ നാട്ടിലൊരു പക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണ്. അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല പോലെയാണ്. അപ്പോൾ ഇവിടുന്ന് അവർക്ക് എന്തെങ്കിലും കാര്യത്തിന് പുറത്തെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ റെഫർ ചെയ്ത് വരുന്ന ഹോസ്പിറ്റൽ ഇതാണ്. ഞാൻ റൗണ്ട്സിന് പോയ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് പോയി, പിന്നെ തെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ പൾമനോളജി ആ ഒരു ഫീൽഡ് പോയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? രോഗികളൊക്കെ ഒരുപാടുണ്ട് അവിടെ? ഇവിടെ നല്ല പേഷ്യൻസ് ഉണ്ട്, കൂടുതലാണ്. കാരണം അപ്പുറത്ത് മോട്ടഡ് സിറ്റി ആയതുകൊണ്ട് ഇവിടെ പേഷ്യൻസ് കൂടുതലാണ്. അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഇതാണ്. പിന്നെ ഇവിടെ ഫെസിലിറ്റീസും കൂടുതലാണല്ലേ? ഫെസിലിറ്റീസും കൂടുതലാണ്. എല്ലാ റൂമിന്റെയും വെളിയിൽ ഒരു സിസ്റ്റം പോലെ വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാനായിട്ടും വെളിയിൽ തന്നെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ, പിന്നെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിംഗ് റൂം എല്ലാം. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം 2-3 ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിംഗ് റൂംസ് കാണും. അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും പേഷ്യൻസിന്റെ വാർഡ്, ലൈക്ക് നമ്മുടെ നാട്ടിലെ പേ വാർഡൊക്കെ പോലത്തെ. അത് ഒരു വലിയ റൂമിൽ 4 പേഷ്യന്റ് ബെഡ്സ് കാണും. അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ്. ആ റൂമിൽ തന്നെ എല്ലാം ഉണ്ട്, ലൈക്ക് ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും എല്ലാം. റഷ്യൻ ഉസ്ബെക്കിസ്ഥാനി വേർഡ്സ് ആണ് നിങ്ങൾക്ക് അറിയണത്? റഷ്യൻ കുറച്ച് കൂടുതൽ അറിയാം. ലൈക്ക് നമ്മൾ യുക്രൈനിലാണ്, യുക്രൈൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ദേവുഷ്കി നമ്മളിങ്ങനെ വിളിക്കുന്നത് ദേവുഷ്കി പറഞ്ഞാ ഗേൾ. അങ്ങനെ ബോയ്ക്ക് എന്താ പറയാ? മാൾച്ചിക്ക്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഒരു ഹോസ്പിറ്റലിൽ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഹോസ്പിറ്റലിന്റെ അത്രയും വലുപ്പമില്ലെങ്കിലും ഒരു കോമ്പൗണ്ടഡ് ആയിട്ടുള്ള കുറച്ച് രോഗികളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഒരു തിരക്കുള്ള ഹോസ്പിറ്റലായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കുട്ടികൾ പറഞ്ഞത് അവർക്ക് കിട്ടാനുള്ള ക്ലിനിക്കൽസ് ഒക്കെ അവിടുന്ന് കിട്ടാറുണ്ട്. സബ്ജക്ട് നമുക്കിപ്പം അന്നത്തെ ടോപ്പിക്ക് ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഉള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന വാർഡിലായിരിക്കും കൊണ്ടുവന്നത്. അവിടെ തന്നെ ഹോസ്പിറ്റൽ ചെയ്ത് നോക്കാം, എക്സ്റേ റീഡ് ചെയ്യാം, കുട്ടികളൊക്കെ ടച്ച് ചെയ്യാനും അവർക്ക് തരും കുട്ടികളെ. ലാംഗ്വേജ് മാം അവരോട് ഉസ്ബെക്കിൽ സംസാരിച്ചിട്ട് എന്താ കേസെന്ന് നമ്മളടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞു തരും. കംപ്ലൈൻസും എല്ലാം ഉസ്ബെക്കിൽ ചോദിച്ചിട്ട് ഇന്ത്യൻ ടീച്ചേഴ്സിനെ ഉസ്ബെക്ക് അറിയൂടെ?
ഇന്ത്യൻ ടീച്ചേഴ്സ് അല്ല നമ്മളെ റൗണ്ട്സിന് കൊണ്ടുപോകുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഉസ്ബെക്കിസ്ഥാനിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികൾ നിൽക്കുന്ന ഫ്ലാറ്റ് കാണാമെന്ന് വെച്ചു. അവിടുന്ന് അടുത്തായിരുന്നു അവരുടെ ഫ്ലാറ്റ്, അതുകൊണ്ട് നടന്നു പോകാമെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ റോഡിന്റെ സൈഡിലൂടെ ഇങ്ങനെ വയലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് കുട്ടികളുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും ഹോസ്റ്റലിനെ കുറിച്ചിട്ടും സിറ്റിനെ കുറിച്ചിട്ടും അവിടെയുള്ള ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചോദിക്കായിരുന്നു. അങ്ങനെ ചോദിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ എങ്ങനെയാണ് പൈസ വിഡ്രോ ചെയ്യാറുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ATM ഇന്ത്യൻ കാർഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ്, ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ കാർഡ് തന്നെ യൂസ് ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും, കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഒരു ATM കയറിയിട്ട് പൈസ എടുക്കുന്നത് കാണിച്ചു തന്നു. ശരിക്കും ഉസ്ബെക്കിസ്ഥാനിൽ മാത്രമല്ല ബാക്കിയുള്ള ഏത് രാജ്യത്തായാലും ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ കാർഡുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് അവിടുന്ന് പൈസ വിഡ്രോ ചെയ്യാനും പറ്റും. നമുക്ക് ആ സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലുള്ള ബാങ്കിങ് ചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഇന്ത്യയിലുള്ള ചാർജ് ആയിട്ട് ഒരു 100 രൂപ കട്ടാവും. ഇപ്പം 2 lakh ആണെങ്കിൽ 7,000 ആയിരിക്കും, 7,000 സൂംസ്, അതായത് ഒരു 70 രൂപേന്റെ അടുത്ത്. 70 രൂപേന്റെ അടുത്ത് അതും പോവും. നാട്ടിൽ നിന്ന് 100 പോകും. ഏതാ നല്ലത് ശരിക്കും? ATM വിഡ്രോ ചെയ്യുന്നതാണോ ഇതിലൂടെ കാർഡ് ഉപയോഗിക്കുന്നതാണോ? ATM വിഡ്രോ ചെയ്ത് ഇപ്പം ബൾക്കായിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. ബൾക്കായിട്ട് വെക്കുന്നതാണ് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ATM വിഡ്രോ ചെയ്ത് ബൾക്കായിട്ട് വെക്കുന്നത്. ചിലയിടത്ത് കാർഡ് നമുക്ക് ബ്ലോക്ക് ആയി പോകും. ചിലയിടത്ത് ഒരു 2-3 തവണ ചില കടകളിൽ സ്വൈപ്പ് ചെയ്തപ്പോഴത്തേനും കാർഡ് ബ്ലോക്കായി. അപ്പം അത് പ്രശ്നം വരാതിരിക്കാനായിട്ട് ഞങ്ങളിപ്പം ഒരു മന്ത്ലിയുള്ള എക്സ്പെൻസ് എല്ലാം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്ത്. ഞങ്ങളുടെ ഫെഡറൽ ബാങ്ക് 100 പോകത്തുള്ളൂ. വേറെ ഏതൊരു കാർഡ് കുറച്ച് കൂടുതൽ പോകില്ലേ, SBI കൂടുതൽ. ഓരോ കാർഡിനും ഓരോ ചാർജാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫ്ലാറ്റുള്ള ഒരു ഏരിയയിലേക്ക് എത്തി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് നിൽക്കുന്നത്, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ആ റോഡിലൂടെ നടക്കുന്ന സമയത്ത് റോഡിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റും കാണായിരുന്നത്. ഇവിടെ പെർ ഹെഡ് $60 വരെ അപ്പാർട്ട്മെന്റ് കിട്ടാണ്ട്, അതായത് 4 ആൾ ഷെയർ ആണെങ്കിൽ $240 ഫ്ലാറ്റുകൾ വരെ ഇവിടെ കിട്ടാണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും ഫ്ലാറ്റ് ആണ് ഇവിടെ $250. അങ്ങനെയല്ല, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ, വൈഫൈ ഇതുപോലുള്ളതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ കുട്ടികളോട് ചോദിച്ച് നടക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തഷ്കന്ത് പോലെ അല്ല സമർഖന്ദിൽ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് കുട്ടികൾ എല്ലാവരും അപ്പാർട്ട്മെന്റിലാണ്. കാര്യം കുറഞ്ഞ വിലക്ക് അപ്പാർട്ട്മെന്റ് കിട്ടാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്, ചെലവ് കുറവാണ് എന്നതൊക്കെ കൊണ്ടാണ്. മോട്ടഡ് ഒക്കെ ആണെങ്കിൽ ഒരു $50 $60 നമുക്ക് സുഖമായിട്ട് അപ്പാർട്ട്മെന്റ് കിട്ടും, ഹെഡ് പെർ മന്ത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേന് പിന്നെ അപ്പാർട്ട്മെന്റ് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടികളുടെ അപ്പാർട്ട്മെന്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആയിരുന്നു. പിന്നെ കുട്ടികൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പാർട്ട്മെന്റ് നല്ല അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുട്ടികൾ നിൽക്കുന്ന ഹോസ്റ്റൽ കാണാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കശ്മീരി ഐശ്വര്യ ഇല്ല കേട്ടോ, അവിടെ വന്ദനയാവും നമ്മുടെ കൂടെ ഉണ്ടാവുക. ശരിക്കും സമർഖന്ദിൽ കുട്ടികൾ സ്റ്റേ ചെയ്യുന്നത് ഒന്ന് നമ്മൾ നേരത്തെ കണ്ട പോലെ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഒന്ന് പ്രൈവറ്റ് ഹോസ്റ്റലുകളിൽ കുട്ടികൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ഹോസ്റ്റലുണ്ട്. ശരി, സമർഖന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഓൺ ഹോസ്റ്റൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഹോസ്റ്റലൊന്നും ഞാനവിടെ കണ്ടിട്ടില്ല. അപ്പോൾ കൂടുതലും പ്രൈവറ്റ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അതിൽ 2 മെയിൻ ഹോസ്റ്റലുകളിൽ ഒന്നിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പിന്നെ ഞാൻ തഷ്കന്തിന്റെ ഹോസ്റ്റലിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഉസ്ബെക്കിസ്ഥാനിൽ സാധാരണ 2 ടൈപ്പ് ഓഫ് ഹോസ്റ്റൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഫ്ലോർ സെപ്പറേറ്റഡ് ഹോസ്റ്റലും, രണ്ടാമത്തെ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഹോസ്റ്റലും. അതായത് ഫ്ലോർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിൽ ബോയ്സും അടുത്ത ഫ്ലോറിൽ ഗേൾസും. അതായത് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് ഒന്നും പോകാനൊന്നും പറ്റില്ല, പക്ഷേ ഫ്ലോർ സെപ്പറേറ്റഡ് ആയിരിക്കും, ഒരേ ബിൽഡിംഗ് ആയിരിക്കും, 2 ഫ്ലോറിലായിട്ടായിരിക്കും ഉണ്ടാവും. ഇനി കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ബോയ്സിനും അടുത്ത ഹോസ്റ്റൽ ഗേൾസിനും, അതായത് ഒന്നൊരു ഭാഗത്തും മറ്റൊന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുമാണ് ഉണ്ടാവുക. അപ്പോൾ സമർഖന്ദിലുള്ള ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഹോസ്റ്റലാണ്. ഇപ്പൊ നമ്മൾ ഈ കയറുന്ന ഹോസ്റ്റൽ ബോയ്സിന്റെ ഹോസ്റ്റലാണ്, ഗേൾസിന്റെ ഹോസ്റ്റൽ വേറൊരു ഭാഗത്താണ്. ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു 500 മീറ്റേഴ്സേ ഉള്ളൂ, ബോയ്സ് ഹോസ്റ്റൽ 3 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ്. അങ്ങനെ ഞാൻ ഹോസ്റ്റലിന്റെ അടുത്തെത്തി. ഹോസ്റ്റൽ എനിക്ക് കുറച്ചൊരു ഉള്ളിലേക്കായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഹോസ്റ്റലിന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് കയറി ഹോസ്റ്റലിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ ഫേസ് ലോക്ക് ഉണ്ടായിരുന്നു. ഈ ഫേസ് ലോക്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് കുട്ടികൾ എല്ലാവരും ഉള്ളിലേക്ക് കയറുന്നത്. ഈ ഒരു ഹോസ്റ്റലിലേക്ക് കുട്ടികൾ 9:30 ആകുമ്പോഴേക്കും കയറണം. അപ്പൊ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് അവർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും പുറത്താണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഈ ഹോസ്റ്റൽ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 3 കിലോമീറ്റർ ദൂരെയാണ്. കുട്ടികൾ സാധാരണ കുറെ കുട്ടികളുണ്ടെങ്കിൽ അവരെന്ന് വെച്ചാൽ ഷെയർ ടാക്സി ഉപയോഗിക്കും. കാരണം ടാക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർഖന്ദിൽ ഭയങ്കര പൈസ കുറവാണ്, ബസ്സിന്റെ അത്ര തന്നെ പൈസയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് യൂസ് ചെയ്യും. കൂടുതൽ കുട്ടികളും പറഞ്ഞത് അവർ ഗ്രൂപ്പായിട്ട് ടാക്സിയിലാണ് പോകാറുള്ളത് എന്നാണ്. ഈ ഒരു ഹോസ്റ്റലിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു അസോസിയേഷന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. My name is Ayush Suryavanshi and I'm second year here. Okay, you're heading the second year, right? Okay. ഇവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹോസ്റ്റലിൽ കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാര്യം അവരാണ് ഹോസ്റ്റൽ ഫുള്ള് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് ആ ഹോസ്റ്റലിലേക്ക് പോയത്. Security is very tight. Tight, yeah. Like before like 10 in the night
students have to enter in the hostel, and they have a face recognition system. Yes. So in all the ways, hostel is very safe. Yes. ഹോസ്റ്റലിന്റെ പാസേജിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ്ട് ഈ ഹോസ്റ്റൽ ഭയങ്കര നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണെന്നുള്ളത്. ഇവിടെ ശരിക്കും 2 ഷെയറിംഗ് റൂമുകളുണ്ട്, 4 ഷെയറിംഗ് റൂമുകളുണ്ട്. ഇപ്പോൾ ലേഡീസിന്റെ ആണെങ്കിൽ അവർ പറഞ്ഞത് 2 ഷെയറിംഗും 4 ഷെയറിംഗും 6 ഷെയറിംഗും ഉണ്ടെന്നാണ്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, സിംഗിൾ എടുക്കാം, 6 എടുക്കാം, 4 എടുക്കാം, നമ്മുടെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ എടുക്കണം? ഞങ്ങൾ ഈ 2 ഷെയറിംഗ് റൂമുകളും 4 ഷെയറിംഗ് റൂമുകളൊക്കെ ശരിക്കും റെന്റിലാണ് വ്യത്യാസം. അതായത് 4 ഷെയറിംഗ് റൂം ആണെങ്കിൽ ഒരു വർഷത്തേക്ക് $650 ആണ് റെന്റ്. ഇനിയിപ്പം 2 ഷെയറിംഗ് റൂം ആണെങ്കിൽ $900 ആണ് പെർ പേഴ്സൺ ഒരു വർഷത്തേക്ക് റെന്റ് വരുന്നത്. അതുപോലെ ഇവരുടെ റൂമിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും, കാര്യം വാട്ടർ ക്യാൻ അവർക്ക് കൊടുക്കും. അപ്പോൾ ക്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റുഡൻറ് സൊസൈറ്റിന്റെ ആൾക്കാരൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ പുതിയ ക്യാൻ കൊണ്ടുപോകും. വാട്ടർ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കിട്ടുന്ന വാട്ടർ അത്ര നല്ലതല്ല എന്ന് പറയുന്നു. പിന്നെ പൈപ്പ് വാട്ടറും ഫുള്ളി ക്ലോറിനേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹോസ്റ്റലിൽ നമുക്ക് ഓരോ റൂമിലേക്ക് ഇതുപോലത്തെ 20 ലിറ്റേഴ്സിന്റെ ബോട്ടിൽ ഇവർ തന്നെ കൊണ്ടുവന്ന് വെച്ച് തരും. കഴിയുമ്പോൾ വിളിച്ചാൽ മതി, അവർ തന്നെ റീഫിൽ ചെയ്തു. അതായത് ഇന്ന് വീക്ക്ലി ഒന്നുമില്ല, എപ്പോൾ വെള്ളം കഴിയുന്നു അപ്പോൾ വിളിച്ചാൽ അവർ വന്ന് ഹോസ്റ്റൽ മറ്റേ റൂമിൽ റീഫിൽ ചെയ്ത് തരും. മറ്റുള്ള ഹോസ്റ്റലുകളിൽ കണ്ടതുപോലെ ഈ ഒരു ഹോസ്റ്റലിനും കോമൺ ബാത്റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയുള്ള ബാത്റൂമുകളൊക്കെ അത്യാവശ്യം നീറ്റ് ആയിരുന്നു, നല്ല വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ നേരെ റൂം കാണാൻ പോയി. 2 ഷെയറിംഗ് റൂമുകളും 4 ഷെയറിംഗ് റൂമുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും പുതിയ ഫർണിച്ചറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിടക്കാനുള്ള ബെഡും തലയണൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 4 ഷെയറിംഗ് റൂം ആണെങ്കിൽ 2 സ്റ്റഡി ടേബിളുകളാണ് ഒരു റൂമിലുള്ളത്. അത് കുട്ടികൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കബോർഡ് ആണെങ്കിൽ 4 പേരാണ് നിൽക്കുന്നതെങ്കിൽ 4 കബോർഡുകൾ ഓരോരുത്തർക്ക് ഓരോ കബോർഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റലിന്റെ റൂമുകളൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല, കുറച്ചൊരു ഇടുങ്ങിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമുകളായിട്ടാണ് തോന്നിയത്. അങ്ങനെ റൂമും കണ്ട് ലോണ്ടറി കാണാൻ വേണ്ടി പോയി. ലോണ്ടറി പോയപ്പോൾ അവിടെ 2 വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ താഷ്കന്തിലൊക്കെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഷെഡ്യൂളൊന്നുമില്ല, ഒരാൾ അലക്കി കഴിഞ്ഞാൽ അടുത്ത ആൾ അലക്കുന്ന രീതിയിലാണ്. അലക്കി കഴിഞ്ഞിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇട്ടിട്ടാണ് കുട്ടികൾ ഉണക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലും ലോണ്ടറി ഒക്കെ കണ്ടിട്ട് നേരെ മെസ്സ് കാണാന്നുള്ള രീതിയിൽ മെസ്സിലേക്ക് പോയി. ശരിക്കും കുട്ടികൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ഈ ഒരു ഏരിയന്റെ തൊട്ടപ്പുറം തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. നമുക്ക് ശരിക്കും അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ മെസ്സിലേക്ക് കയറുന്നതിന്റെ തൊട്ട് സൈഡിൽ കുറച്ച് ഗെയിമുകളൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് ഇടയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബോർഡ് ഗെയിമുകൾ. ഇത് ആക്ച്വലി നമ്മുടെ ടേബിൾ ടെന്നീസിന്റെ ടേബിൾ ആണ്. സ്പോർട്സിനും കൾച്ചറിനും ഇവിടെ സിമിലർ ആയിട്ടുള്ള ഇതവർ കൊടുക്കുന്നുണ്ട്. സ്റ്റഡീസിന്റെ കൂടെ സ്പോർട്സും അതേപോലെ കൾച്ചറൽ ഇവന്റ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ നമ്മുടെ മെയിൻ ടേബിൾ ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ മെസ്സിലേക്ക് കയറി. മെസ്സ് ഭയങ്കര നീറ്റ് ആയിരുന്നു. ഇത് ശരിക്കും അവരുടെ മെസ്സ് മാത്രമല്ല, അവരുടെ സ്റ്റഡി റൂം കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ലേറ്റ് നൈറ്റിനൊക്കെ വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും. ഇവിടെ ഫുൾ ടൈം ലൈറ്റും ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ കോഫി ഉണ്ടാക്കാൻ അവിടെ ഷെഫായിട്ടുള്ള റോബിൻ ഭയ്യ എന്ന് പറഞ്ഞ ആളുണ്ടാവും. റോബിൻ ഭയ്യയുടെ ആലു പറാത്ത ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഏത് സമയത്ത് അവർക്ക് കോഫി ആണെങ്കിൽ അവർ ഉണ്ടാക്കി കൊടുക്കും. എത്ര സമയം ആണെങ്കിലും അവർക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. 7 to 8 ആണ് നമ്മുടെ മെസ്സിന്റെ ടൈമിംഗ് വന്നിട്ട്. 7 to 8 അല്ലാത്ത എല്ലാ സമയവും ഏത് സ്റ്റുഡൻസിനും എത്ര മണി വരെ ഇരുന്ന് വേണമെങ്കിലും ഇവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഇലക്ട്രിസിറ്റി, കോഫി, വാട്ടർ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കാറുണ്ടായിരുന്നു. കോഫിയും കിട്ടുമായിരുന്നു. ഞാൻ മെസ്സിലേക്ക് കയറിയൊക്കെ അവിടെ ചപ്പാത്തി ചൂടുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട്, ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് വെജ് വേണ്ടവർക്ക് വെജ് ഉണ്ട്, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് മെസ്സ്. കറക്റ്റ് ടൈമിന് നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാറുണ്ട്. ചപ്പാത്തി, ചോറ്, എന്തെങ്കിലും ഒരു കറി. ഈ ഒരു ഹോസ്റ്റലിൽ മെസ്സ് കമ്പൽസറി ആണ്. ഇതുപോലുള്ള അടുത്ത ഹോസ്റ്റലുകൾ ഞാൻ നോക്കിയ സമയത്ത് എല്ലാത്തിനും മെസ്സ് കമ്പൽസറി ആണ് ഇവിടെ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ എന്തായാലും മെസ്സ് എടുക്കണം, സെൽഫ് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പാർട്ട്മെന്റിലെ കുട്ടികളാണെങ്കിൽ എല്ലാവരും സെൽഫ് കുക്കിംഗ് ആണ് ചെയ്യാറുള്ളത്. ചില മെസ്സുകളുണ്ട്, അതായത് പുറത്ത് നടത്തുന്ന പ്രൈവറ്റ് മെസ്സുകളുണ്ട്, അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുന്ന കുട്ടികളുണ്ട്. കുട്ടികൾ അപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ മെസ്സ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോർത്ത് ഇന്ത്യൻ മെസ്സാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളാണ്. പക്ഷെ എല്ലാ വീക്കും ഒരേ ഷെഡ്യൂളല്ലേ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ മടുപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അവർ പുറത്ത് പോയിട്ട് അപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അത് മാത്രമല്ല മെസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പുറത്ത് അപ്പാർട്ട്മെന്റിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ചെലവ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കുട്ടികൾ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അതായത് ഈ ഹോസ്റ്റലിലും അതുപോലെ ഞാൻ കണ്ട ബാക്കിയുള്ള ഹോസ്റ്റലുകളിലെല്ലാം മെസ്സ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് $120 ആണ്. അതായത് ഒരു വർഷത്തേക്ക് $1200 ആണ് മെസ്സിനുള്ളത്. അപ്പോൾ ഇതിന്റെ നേരെ പകുതി പൈസയോ അതിൽ കുറവോ മാത്രമേ അവർ അപ്പാർട്ട്മെന്റിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വരുന്നുള്ളൂ. വളരെ ബെറ്റർ ആയിട്ടുള്ള ഹോസ്റ്റലാണ് സമർഗന്തിനുള്ളത്. അപ്പോൾ അത് എന്തായാലും പറയണം. കാരണം നീറ്റ്നെസ് ആണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ കഫറ്റീരിയ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലും കണ്ടിറങ്ങി. അതിന്റെ അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഇന്ത്യൻ കിച്ചൺ എന്നാണ് ഇതിന്റെ പേര്. ഇതല്ലാതെ പഞ്ചാബി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഹോട്ടലും കൂടി ഈ ഒരു ഏരിയയിലുണ്ട്. ശരിക്കും സമർഗന്തിൽ മാത്രമല്ല, ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയ ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളിലും ഇന്ത്യൻ ഫുഡിന് ഭയങ്കര റേറ്റ് ആണ്. അതായത് ഇന്ത്യൻ റെസ്റ്റോറന്റ് കയറി കഴിഞ്ഞാൽ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. ഓൾമോസ്റ്റ് ഒരു ബിരിയാണിക്ക് $500 ഒരു നാട്ടിലെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 8-9 മണിയാകുമ്പോഴേക്കും സിറ്റിയിലെ കടകളൊക്കെ ക്ലോസ് ചെയ്ത്
എല്ലാവരും വീട്ടിലേക്ക് പോകുമായിരുന്നു. ആ ഒരു രീതിയിലുള്ള കൾച്ചറായിരുന്നു സമർഗന്ധിനുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു സിറ്റിയുടെ ഒരു ഡീമർക്കും തോന്നുന്നത്. കാരണം ഒരു നൈറ്റ് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പം ഉക്രൈനിൽ നിന്നൊക്കെ വന്ന കുട്ടികളുടെ മെയിൻ പരാതി ഇതാണ്. കാരണം ഉക്രൈന് ഭയങ്കര ഒരു നൈറ്റ് ലൈഫ് ഉള്ള ഒരു രാജ്യമായിരുന്നു ഉക്രൈൻ. അപ്പോൾ അവിടുന്ന് സമർഗന്ധിലേക്ക് എത്തിയിട്ട് ഇവിടെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സിറ്റിയൊക്കെ ക്ലോസ് ആകുന്ന പറഞ്ഞാൽ അവർക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്ന എൻ്റെ റൂമിലേക്ക് ഞാൻ ടാക്സി ഇട്ട് എൻ്റെ റൂമിലേക്ക് പോകുന്നു. കുട്ടികളെല്ലാവരും അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. നാളെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സമർഗന്ധിൻ്റെയും അമൃത്മുറിൻ്റെയും പുലാവിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു സമർഗന്ധ് സിറ്റി ഒന്ന് ചുറ്റിക്കാണാം.